അടുത്ത യുദ്ധം യമനിൽ. ഹൂതികളെ നശിപ്പിക്കാൻ തീരുമാനിച്ച് ഇസ്രായേൽ. യമനിൽ നിന്നും ഇസ്രായേലിലേക്ക് ഹൂതികൾ ബാലിസ്റ്റിക് മിസൈൽ വിക്ഷേപിച്ചതിൽ ഇസ്രായേൽ വൻ കോപത്തിൽ. ഹിസ്ബുള്ളയുടെയും ലെബനോന്റെയും ഗാസയുടെയും ഗതി യമനു വരുമെന്ന് മുന്നറിയിപ്പ് ഇറക്കിയിരിക്കുന്നു. വല്ല കാര്യമുണ്ടോടാ? യമനിലെ ഹൂതികൾക്ക് നരകം ഇരന്നു വാങ്ങാൻ ഇസ്രായേൽ ഇന്ന് ഭൂമിയിലെ നരകം പണിയുന്നവരാണ്. അത് ഗാസ മുതൽ നമ്മൾ ലെബനോൻ വരെ കണ്ടു. യമനിൽ നിന്ന് ഇസ്രായേലിലേക്ക് വിക്ഷേപിച്ച ബാലിസ്റ്റിക് മിസൈൽ ഇസ്രായേലിന്റെ അതിർത്തിക്ക് പുറത്ത് വ്യോമ പ്രതിരോധം വിജയകരമായി തടഞ്ഞുവെന്ന് ഇസ്രായേൽ പ്രതിരോധ സേന ഞായറാഴ്ച അറിയിച്ചു. ഏകദേശം 6:30 മണിയോടെ മധ്യ ഇസ്രായേലിലുടനീളം സൈറണുകൾ മുഴങ്ങി. കാര്യമായ നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സൈറണുകൾക്കിടയിൽ അഭയം തേടി ഓടിയ 4 പേർ നിസാര പരിക്കേറ്റതായി മാഗൻ ഡേവിഡ് അഡോം എമർജൻസി സർവീസ് അറിയിച്ചു. 5ാമത്തെ വ്യക്തിക്ക് കടുത്ത ഉത്കണ്ഠയ്ക്ക് ചികിത്സ നൽകിയതായും MDA അറിയിച്ചു. അന്തരീക്ഷത്തിന് പുറത്തുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ പുറത്തെടുക്കാൻ രൂപകൽപ്പന ചെയ്ത ആരോ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ചാണ് ഉപരിതലത്തിൽ നിന്നും ഉപരിതല മിസൈൽ വെടിവെച്ചത്. ഇസ്രായേൽ എയർഫോഴ്സ് സ്രോതസ് അനുസരിച്ച് മിസൈൽ ഉയർന്ന ഉയരത്തിൽ വെടിവെച്ചു. യമനിൽ നിന്ന് ഇസ്രായേലിലേക്ക് വിക്ഷേപിച്ച ബാലിസ്റ്റിക് മിസൈൽ ഇസ്രായേലിന്റെ അതിർത്തിക്ക് പുറത്ത് വ്യോമ പ്രതിരോധം വിജയകരമായി തടഞ്ഞുവെന്ന് ഇസ്രായേൽ പ്രതിരോധ സേന ഞായറാഴ്ച അറിയിച്ചിരുന്നു. ഹൂതികൾ വിക്ഷേപിച്ച ബാലിസ്റ്റിക് മിസൈൽ ഇസ്രായേൽ ആകാശത്ത് വെച്ച് തകർത്തു. മധ്യ ഇസ്രായേലിലുടനീളം സൈറണുകൾ മുഴങ്ങി. കാര്യമായ നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സൈറണുകൾക്കിടയിൽ അഭയം തേടി ഓടിയ 4 പേർക്ക് നിസാര പരിക്കേറ്റതായി മാഗൻ ഡേവിഡ് അഡോം എമർജൻസി അറിയിച്ചു. ഇസ്രായേൽ എയർഫോഴ്സ് സ്രോതസ് അനുസരിച്ച് ഹൂതികളുടെ മിസൈൽ ആകാശത്ത് വെച്ച് തന്നെ തകർന്ന് തരിപ്പണം ആവുകയായിരുന്നു. യമനിലെ ഇറാൻ പിന്തുണയുള്ള ഹൂതികൾ പിന്നീട് മിസൈൽ വിക്ഷേപണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു. ഒരു പ്രസ്താവനയിൽ മധ്യ ഇസ്രായേലിലെ ഒരു സുപ്രധാന ലക്ഷ്യമിട്ടതായി സംഘം അവകാശപ്പെട്ടു. ഗാസ മുനമ്പിലെ ആക്രമണം അവസാനിപ്പിക്കുന്നതുവരെ ഇസ്രായേലിനെതിരെ ആക്രമണം തുടരുമെന്നും ഹൂതികൾ പ്രതിജ്ഞയെടുത്തു. ലെബനിൽ ഹിസ്ബുള്ള ആരംഭിച്ച 14 മാസത്തെ സംഘർഷം അവസാനിപ്പിച്ചില്ലെങ്കിലും വിമതർ ആക്രമണം തുടരുമെന്ന് ഹൂതി നേതാവ് അബ്ദുൾ മാലിക് അൽ ഹൂതി കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു. ഇസ്രായേൽ യുദ്ധം ചെയ്യുന്ന ഗാസ മുനമ്പിലെ ഇറാൻ പിന്തുണയുള്ള സഹപ്രവർത്തകർ ഹമാസിനെ പിന്തുണച്ച് പ്രവർത്തിക്കുകയാണെന്ന് ഭീകര സംഘം പറയുന്നു. ഇതേ കാരണത്താലാണ് തങ്ങൾ ഇസ്രായേലിനെ ആക്രമിക്കുന്നതെന്ന് ഹൂതികൾ പറയുന്നു. ലെബനനിലെ ഇറാൻ പിന്തുണയുള്ള ഹൂതികൾ പിന്നീട് മിസൈൽ വിക്ഷേപണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു. ഒരു പ്രസ്താവനയിൽ മധ്യ ഇസ്രായേലിലെ ഒരു സുപ്രധാന ലക്ഷ്യമിട്ടതായി സംഘം അവകാശപ്പെട്ടു. ഗാസ മുനമ്പിലെ ആക്രമണം അവസാനിപ്പിക്കുന്നതുവരെ ഇസ്രായേലിനെതിരെ ആക്രമണം തുടരുമെന്നും ഹൂതികൾ പ്രതിജ്ഞയെടുത്തു. ലെബനനിൽ ഹിസ്ബുള്ള ആരംഭിച്ച 14 മാസത്തെ സംഘർഷം അവസാനിപ്പിച്ചില്ലെങ്കിലും വിമതർ ആക്രമണം തുടരുമെന്ന് ഹൂതി നേതാവ് അബ്ദുൾ മാലിക് അൽ ഹൂതി കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു. ഇസ്രായേൽ യുദ്ധം ചെയ്യുന്ന ഗാസ മുനമ്പിലെ ഇറാൻ പിന്തുണയുള്ള സഹപ്രവർത്തക ഹമാസിനെ പിന്തുണച്ച് പ്രവർത്തിക്കുകയാണെന്ന് ഭീകര സംഘം പറയുന്നു. ഇതേ കാരണത്താലാണ് തങ്ങൾ ഇസ്രായേലിനെ ആക്രമിക്കുന്നതെന്ന് ഹൂതികൾ പറയുന്നു. ഇതിനിടെ ഗാസയിൽ പൊരിഞ്ഞു പോരാട്ടം. 100-ലധികം പേർ കൊല്ലപ്പെട്ടു. ഗാസയിലുടനീളം ആക്രമണം. ഹമാസിന്റെ പ്രവർത്തകരെ ലക്ഷ്യം വെച്ച് നടത്തിയ എയർ സ്ട്രൈക്കുകൾ വിജയിച്ചെന്ന് ഇസ്രായേൽ. ഗാസയുടെ മണ്ണിൽ നിന്നും ഹമാസിന്റെ മാത്രമല്ല ആശയവും തുടച്ചു നീക്കുമെന്നും ഇസ്രായേൽ. ഗാസയിൽ ഹമാസിന്റെ അനുകൂലികൾ വരെ ഇല്ലാതാകും വരെ യുദ്ധം തുടരുമെന്നും ഇസ്രായേൽ. 100 കണക്കിന് പേരെ വധിച്ച ഇസ്രായേൽ ആക്രമണത്തിൽ ആരോഗ്യ പ്രവർത്തകരും UN ഉദ്യോഗസ്ഥരും വരെ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇതിനിടെ ഹമാസ് വെടിനിർത്തൽ ചർച്ചയ്ക്ക് തയ്യാറായി ഇസ്രായേലിന്റെ ആവശ്യം ബന്ദികളെ വിട്ടു നൽകിയാൽ തൽക്കാലം വെടിനിർത്താമെന്നാണ്. ഓർക്കുക, 101 ബന്ദികൾക്ക് വേണ്ടി ഗാസയിൽ എല്ലാ ദിവസവും ഒരുമിച്ച് വീഴുന്നത് 100 കണക്കിന് ആളുകൾ. 23 ലക്ഷം ജനങ്ങൾ വസ്ത്രവും വെള്ളവും ആഹാരവും ഇല്ലാതെ ക്ഷാമത്തിൽ. മരുന്നില്ല, എണ്ണയും ശുദ്ധവായുവുമില്ല. ഭൂമിയിലെ നരകമായിട്ടും ബന്ദികളെ എന്തുകൊണ്ട് പാലസ്തീൻ വിട്ടു നൽകുന്നില്ല? സ്വന്തം ജനങ്ങളെ സംരക്ഷിക്കാൻ ശേഷിയില്ലാത്തവർ 101 ഇസ്രായേലിയൻ ബന്ദികളെ വെച്ച് വിലപേശുന്നു. എലിയെ പേടിച്ച് ഇല്ലം ചുടുന്നു എന്ന വാക്യം ഇപ്പോൾ പാലസ്തീനുകളിൽ 100% ശരിയാകുന്നു. വടക്കൻ ഗാസയിലെ ജബാലിയ അഭയാർത്ഥി ക്യാമ്പിൽ ശനിയാഴ്ച ഇസ്രായേൽ സൈന്യം നടത്തിയ വ്യോമാക്രമണത്തിൽ 4 പാലസ്തീനികളെ കൊന്നൊടുക്കി. ശനിയാഴ്ച ഇസ്രായേൽ ആക്രമണത്തിൽ മരിച്ചവരുടെ എണ്ണം 100 ഉയർന്നു. നേരത്തെ തെക്കൻ ഖാൻ യൂനിസിന് നേരെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഭക്ഷണ സഹായത്തിനായി കാത്തിരുന്ന 12 പാലസ്തീനികളെ കൂടാതെ വേൾഡ് സെൻട്രൽ കിച്ചണിലെയും സേവ് ദി ചിൽഡ്രൻസിലെയും 4 തൊഴിലാളികളും കൊല്ലപ്പെട്ടിരുന്നു. തെക്കൻ ഖാൻ യൂനിസിൽ ഭക്ഷണ സഹായത്തിനായി കാത്തുനിന്ന 12 പേർ മരിച്ചു. ഈ വർഷം US ആസ്ഥാനമായുള്ള സഹായ സംഘത്തിന് നേരെ നടന്ന 3ാമത്തെ ആക്രമണത്തിൽ ഖാൻ യൂനിസിന് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ വേൾഡ് സെൻട്രൽ കിച്ചണിലെ 3 തൊഴിലാളികൾ കൊല്ലപ്പെട്ടു. സേവ് ദി ചിൽഡ്രൻ ജീവനക്കാരായ അഹമ്മദ് ഫൈസൽ ഇസ്ലീം അൽ ഗാദിഖാൻ യൂനിസിലെ പള്ളിയിൽ നിന്നും മടങ്ങുമ്പോൾ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടു. വടക്കൻ ഗാസയിൽ ഇസ്രായേൽ ഡ്രോൺ ആക്രമണത്തിൽ ഗാസ സൂപ്പ് കിച്ചൺ ഷെഫ് മുഹമ്മദ് അൽമദൂൻ കൊല്ലപ്പെട്ടു.
കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ഗാസയിലെ സഹായ പ്രവർത്തനങ്ങൾക്കും തൊഴിലാളികൾക്കും നേരെ നിരവധി മാരകമായ ഇസ്രയേലി ആക്രമണങ്ങളും ഉണ്ടായിട്ടുണ്ട്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.